എന്നാലും എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ല അവള് നമ്മളോട് പെരുമാറിയ പെരുമാറ്റം. എനിക്കും അതെ വല്ലാതെ വിഷമമായി. ആൾക്കാരൊക്കെ ഇങ്ങനെ മാറിപ്പോടി. മാറിപ്പോവല്ലോ, ഇപ്പം നീ കണ്ടല്ലേ ഇത്. എടിയേ, ഞാൻ ആ ഡ്രസ്സ് ചോദിച്ചത് ശരിയായില്ലല്ലേ എടി. അതിനെന്താ, നിന്റെ ഡ്രസ്സ് കുറേ കാലം ഇട്ടുണ്ടായിരുന്നല്ലേ, അപ്പോൾ ചോദിച്ചതിന് തെറ്റൊന്നുമില്ല. ഇനി ഞാൻ മരിച്ചാലും ഇവളുടെ ഈ വീട്ടിൽ കാലൂത്തൂല. എടിയേ, ഒരിക്കൽ കൂടി കാലൊന്ന് കുത്തേണ്ടി വരും എന്നാ തോന്നണേ. അവളെ ചാവുമെന്നല്ലേ നീ ഉദ്ദേശിച്ചത്? അതല്ലടി, എൻ്റെ പേഴ്സ് ഞാൻ അവിടെ വെച്ച് മറന്നെന്നാ തോന്നണേ. ഓ നാശം പിടിക്കാൻ, നീ എന്തിനാണ് പേഴ്സ് ബാഗിൽ നിന്ന് പുറത്തെടുത്തത്? എടി, അത് അവള് മിഠായി തന്നപ്പോ ഞാൻ വെക്കാൻ വേണ്ടി എടുത്തതായിരുന്നു. ഓ, കെട്ടുകണക്കിന് മിഠായില്ലേ അവള് തന്നത്. ആ രണ്ടും മിഠായി കൈ പിടിച്ചോണ്ട് പോന്നാ പോരായിരുന്നടി. എടി സോറി എടി, ഒരു പണി ചെയ്യാം, ഞാൻ വേഗം കയറി പേഴ്സ് എടുക്കാം, നീ എന്നിട്ട് നമുക്ക് വേഗം പോരാ പ്ലീസ് ഡേ. ഷോ, ഇത് വല്ലാത്ത അവസ്ഥയായി പോയില്ല. ഞാനാണെങ്കിൽ അവളുടെ വീട്ടിൽ ഇനി കാല് കുത്തൂലെന്ന് അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ശബ്ദം എടുത്തുപോയി. അത് കുഴപ്പമില്ല, ശബ്ദം നാളെ തുടങ്ങി എടുത്താൽ മതിയടി. നീ ഇപ്പൊ വാ പ്ലീസ്. ആ വാ, ബെല്ലടിക്ക്. കരണ്ട് ഇല്ലെന്ന് തോന്നണ്, കോളിംഗ് ബെല്ലടിക്കാൻ ഒച്ച കേൾക്കണില്ല. എന്നാ ഉറക്കി വിളിക്കാൻ നോക്ക്. ഓ, അത് മാനേഴ്സ് അല്ലല്ലോടി. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കി. അവൾ എപ്പോഴാണ് വാതിലോർക്ക് അന്നേരം ചോദിച്ച് മേടിച്ചിട്ട് പതുക്കെ വന്നാൽ മതി. ഞാൻ പോണേണ്. ഈയോടി സൂക്ഷമേ, നീ പോവല്ലേ, നീ ഇവിടെ നിക്ക്, ഞാൻ വിളിക്കാം. ഓ രാധാലക്ഷ്മി, അയ്യോ ഇത്തിരി കൂടി പതുക്കെ വിളിക്കുക, എന്നാലും അവൾക്ക് കേക്കുള്ളൂ. ഞാൻ പോണേണ്. അയ്യോ പോവല്ലേ, ഇങ്ങനെ പിണങ്ങി പിണങ്ങി പിള്ളേരെ പോലെ. ഞാൻ വിളിക്കാം, അവിടെ നിക്ക്. വിളിക്കെന്നാ. രാധാലക്ഷ്മിയേ പോയി. ആ ഇപ്പൊ അവള് കേട്ടിട്ടുണ്ടാവും. എന്താ നിങ്ങൾ പോയില്ലേ ഇതുവരെ? ഞങ്ങള് പോയതാണ്, അവിടം വരെ എത്തിയതാണ്. അപ്പൊ ഇവളുടെ എന്തോ സാധനം ഇവിടെ വെച്ച് മറന്നുപോയി, അത് എടുക്കാൻ വന്നാണ്. എന്ത് സാധനം? ഇവിടെ ഒന്നും ഇല്ലല്ലോ. അതാ സെറ്റിയുടെ അടുത്ത് വല്ലതും ഉണ്ടാവും, ഞാൻ അവിടെ അല്ലേ ഇരുന്നത്, അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇവിടെ ഒന്നുമില്ല. നീ തന്ന മിഠായി ഇടാൻ വേണ്ടി ഞാൻ പേഴ്സ് എടുത്തത് ഞാൻ ഓർക്കണ്ട്. മിഠായി വെച്ചിട്ട് ബാഗിൽ വെച്ചത് ഓർമ്മയില്ല. അതവിടെ എവിടെയെങ്കിലും താഴെ വല്ലതും കിടക്കണുണ്ടാവും. എടി വർത്താനം പറഞ്ഞ് കഥ അകത്തോട് കയറി നോക്കാൻ നോക്ക്. അകത്തോട്ടൊന്നും വരണ്ട, ഞാൻ ഇവിടെ നോക്കുന്നുണ്ടല്ലോ, കിട്ടിയാ തരാം. അയ്യോ, തമ്പുരാട്ടിന്റെ വീട്ടിൽ ഒരു പ്രാവശ്യം കയറാൻ പറ്റുള്ളൂ. ഈ ഒരു പ്രാവശ്യം ഡ്രസ്സ് ഇട്ടിട്ട് കത്തിച്ചളയൂന്ന് പറഞ്ഞില്ല, അതുപോലെ ആയിരിക്കും. ഓ അതല്ല, ഞാൻ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ, അതുകൊണ്ട് വേറെ ആരെങ്കിലും വന്നാൽ കേറ്റണ്ടെന്നാ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നേരത്തെ വന്നപ്പോ വന്നതല്ലേ എന്ന് വിചാരിച്ചാണ് വിളിച്ച് അത് കയറ്റിയത്. ഓ ഇവള് ഇതുപോലെ അഹങ്കാരം പിടിച്ച സാധനത്തിന് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഒരു സാധനവും ഞാൻ കാണുന്നില്ല. ഷോ, നിങ്ങളിങ്ങനെ തല്ലുടിക്കല്ലേ. ആ പേഴ്സിൽ 750 രൂപ ഉണ്ടായിരുന്നു. ഈ ആഴ്ച ഈ സാഫിൽ അടക്കണ്ടാണ്, വെള്ളിയാഴ്ച. ദൈവമേ, പൈസയും പോയി. ഷോ, ഓ 750 കുണുവക്ക് വേണ്ടിയാണോ നീ തിരിച്ചു വന്നത്? ഇത് പറഞ്ഞെങ്കിൽ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തന്നാനേലോ, വെറുതെ ഇങ്ങോട്ട് പിന്നെ വന്ന് ശല്യപ്പെടുത്താൻ. എടി രാധാലക്ഷ്മി, അധികം അഹങ്കരിക്കല്ലേട്ടാ. എന്തോരം പൊന്തിപ്പോയാലേ സമ്മാനം മേടിക്കാൻ താഴെ തന്നെ വന്നം, അത് നീ മനസ്സിൽ വെച്ചോ. പിന്നെ 750 രൂപ ഞങ്ങൾക്ക് വലുത് തന്നെയാണ്. ഞങ്ങൾക്ക് ഇപ്പോഴും 750 രൂപ വിലയുണ്ട്. പിന്നെ നീ നേരത്തെ ഇവിടെ വാടക വീട്ടിലാന്ന് കളിയാക്കണ്ടായിരുന്നല്ല. ആ അവസ്ഥ നിനക്കും വരാതെ നീ ദൈവത്തിനോട് പ്രാർത്ഥിച്ചോ. പിന്നെ നിനക്ക് പണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി സഹായിച്ച പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇവക്ക് നല്ല അടിപൊളി വീട് വെക്കായിരുന്നു. ഓ, ഒരു 10-20 എങ്ങാണ്ടും തന്നിട്ടുണ്ടാവും. അതിനാണ് ഇങ്ങനെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കണേ. കണക്ക് പറയൂടി, തന്നവർക്ക് കണക്ക് പറയാം. ഞങ്ങക്ക് പിന്നെ അന്തസ്സുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര നാളും പറയാഞ്ഞത്. നിനക്ക് അന്തസ്സില്ലെന്ന് മനസ്സിലായപ്പോ ഇനിയിപ്പൊ ഞങ്ങക്ക് കണക്ക് പറയാല്ല. ഓ, സഹായിച്ച് കണക്കൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. എത്രയെന്ന് വിളിച്ച് എന്നെ പറഞ്ഞ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തന്നേക്കാം. ഓ എടി, അതെന്തിനാണ് ഇങ്ങനെയൊക്കെ പറയണത്? ഞാൻ പറയുന്നല്ലോ, അവൾ എന്നെ കൂടി പറയിപ്പിക്കുന്നല്ലേ ബീന. നീ അവിടെ എൻ്റെ പേഴ്സ് ഉണ്ടാ നോക്ക്, കിട്ടിയാ ഞങ്ങക്ക് പോകായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പേഴ്സ് ഒന്നും കാണുന്നില്ല. പിന്നെ 750 റുപ്പീസ് ഉണ്ടായിരുന്നല്ലേ പറഞ്ഞേ. 800 ഞാൻ അങ്ങോട്ട് ഗൂഗിൾ പേ ചെയ്തേക്കാം, നമ്പർ തന്നിട്ട് പോയാൽ മതി.
എന്നാലും എന്റെ ബീനെ ഇതുപോലൊരു രാക്ഷസിനെയാണല്ലോ നമ്മൾ ഇത്ര നാളും കൂട്ടുകാരി എന്ന് പറഞ്ഞ് മനസ്സിൽ കൊണ്ടുനടന്നിരുന്നത്. ചേച്ചി ദേ ആ അറ്റത്തെ വീട്ടില് കള്ളം കയറിന്ന് പറയാനുണ്ട്. പുറയില് വാതിലൊക്കെ ഒന്ന് അടച്ചേക്കിട്ടാ. ഇനി ഇവിടേക്ക് പിടിച്ചു കയറണ്ട. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, ഒന്ന് നോക്കിട്ട് വരാം. ഓ, ഇവിടെ കയറാൻ പറ്റിയ കള്ളന്മാരൊന്നും ഇതുവരെ ജനിച്ചിട്ടില്ല മോളെ. ഓ, അപ്പൊ ഈ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും നിനക്ക് അഹങ്കാരമുണ്ട്. ഞാൻ വിചാരിച്ച പോലെ അല്ലട്ടോ, നീ നടിച്ച വിത്താണ്. നിങ്ങളൊന്ന് പോകാൻ നോക്കിയേ, എനിക്ക് വാതിൽ അടക്കണം. എടി, ഇവിടെ നീ മാത്രമേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞത്? പിന്നെ ആ ഒച്ച കേട്ടത് എന്താണ്? അത് ചിലപ്പോ ക്യാറ്റായിരിക്കും, അവിടെ നടക്കണ കണ്ടു. എടി, ഇത് പൂച്ചല്ലട്ടാ, ആരോ അകത്ത് കയറിയിട്ടുണ്ട്, കള്ളനാന്ന് തോന്നണ്. നമുക്ക് ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടിയാലാ? ആവശ്യമില്ലാത്ത പണിക്കൊന്നും രണ്ടുപേരും നിക്കണ്ട. എനിക്കറിയാം എന്താ ചെയ്യണ്ടേന്ന്. ഇവിടെ കള്ളനൊന്നും അങ്ങനെ കയറിയിട്ടില്ല. സുഷമേ, നീ ഒന്ന് അകത്ത് കയറി നോക്ക, ആരാണ് അവിടെയെന്ന്. സമാധാനമായിട്ട് പോവല്ല. എന്തിനാ നോക്കണേ? അത് ക്യാറ്റാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ. ഇവളുടെ വീട്ടിൽ ആര് കയറിയാലും പോയാലും നമുക്കെന്താടി? നീ വേണമെങ്കിൽ ആ പേഴ്സ് കയറി നോക്ക്, ഇല്ലെങ്കിൽ വാ പോവാ. 750 ഞാൻ തന്നോളാം, പ്രശ്നം തീർന്നില്ലേ? എടി, നമ്മളോട് ഇവളെന്ത് ചെയ്താലും നമുക്ക് ക്ഷമിക്കാടി, പോട്ടെ. കള്ളനുണ്ടെന്ന് വിളിച്ചു പറഞ്ഞല്ലേ, നമുക്കൊന്ന് കയറി നോക്ക്, എന്നിട്ട് സമാധാനമായിട്ട് നമുക്ക് പോവാല്ല. പൂച്ചയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പം നീ എന്തായാലും പറഞ്ഞല്ലേ, ഞാൻ കയറി നോക്കാം. ഇവിടെ അകത്ത് ആരുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഇനി ഈ വീട്ടിലോട്ട് കയറണമെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അനുവാദം മേടിക്കണം. അയ്യോ, ഒരു പാവം മുതല് ഭർത്താവിന്റെ അനുവാദം വേണമെന്ന് അകത്ത് കയറണമെങ്കിൽ. നിന്റെ സ്വഭാവം ഞാൻ അയാളോട് പറഞ്ഞാലുണ്ടല്ല, അയാൾ നിന്നെ അടിച്ച് പുറത്തിറക്കും. അതും ഇതൊന്നും പറഞ്ഞ് ഇവിടെ നിക്കണ്ട. 750 എന്നുള്ളത് 800 ആക്കി ഞാൻ തന്നേക്കാന്ന് പറഞ്ഞില്ലേ. എന്നാ ഒരു പണി ചെയ്യാ, നമ്മൾ കയറുമ്പല്ലേ ഇവക്ക് കുഴപ്പം. കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടാ, അപ്പം അവർ കയറി ഒന്ന് നോക്കട്ടെ. നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് പോവല്ലടി. ഓ, നീ പറയണ് അകത്ത് കയറി നോക്കാൻ. അവളാണെങ്കിൽ കുടുംബത്ത് കയറല്ലേന്ന് പറയണ്. അവളുടെ വീടല്ലേടി, അപ്പൊ അവള് പറയണല്ലേ കേൾക്കേണ്ടത്. എടി സുഷമേ, ഒന്ന് കയറി അകത്ത് നോക്ക്. നമ്മളോട് ഇവക്ക് ഒരു ആത്മാർത്ഥം ഇല്ലെങ്കിലുവേ നമുക്കില്ലേടി. എൻ്റെ 750 രൂപ ഉള്ള പേഴ്സ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല കള്ളന്മാര് ഇവളെ നമ്മൾ പോയി കഴിഞ്ഞ് ഉപദ്രവിച്ചാലടി. ഒന്ന് കയറി നോക്ക്. ഇവിടെ ഏതോ വീട്ടിൽ കള്ളം കയറിയെന്നും കേട്ട്, പിന്നെ ഇവിടെ ഒച്ചയും കേട്ട്, പിന്നെ എങ്ങനെയാണ് നമ്മൾ സമാധാനമായിട്ട് കുടുംബത്ത് പോയിരിക്കണത്? ഓ, അതൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇവിടെ ആരും ഇല്ല. കണ്ട, 3-4 പ്രാവശ്യമായി ഇപ്പൊ പാത്രം വീഴുന്നത്. എനിക്ക് ഉറപ്പാണ് ഇതിൻ്റെ അകത്ത് ആരും ഉണ്ട്. കയറി നോക്ക് സുഷമേ. ഓ, ഇവള് ദേ എന്റെ വീട്ടിൽ കയറാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. മാറടി. അവള് പറഞ്ഞ നേരാടി, ഇവിടെ ആരും ഇല്ല. പൂച്ച തന്നെയാണെന്നാ തോന്നണത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ ഇവിടെ ആരും ഇല്ല എന്ന്. പണിയായി. എടാ സരോജിനി ചേച്ചിയുടെ മോനെ, നീ ഇവിടെ എത്തിയാ? ചേച്ചി, കണ്ടു കാണൂ. ബീനെ, അകത്തോട്ടൊന്ന് വന്നേ, ഒരാളെ കാണിച്ചു തരാം. ആ വരണ്. ആരാ സുഷമേ? ദേ നോക്കിയേ. അയ്യേ, ഇടമനുകുമാറിയ നീയായിരുന്ന? അപ്പോ ഇവനുണ്ടായത് കാരണമല്ലടി നിനക്ക് ഞങ്ങളെ വേഗം പറഞ്ഞു വിടാനുള്ള ധൃതി ഉണ്ടായത്.
അയ്യോ സുഷമേ, ഇവൻ വെറുതെ വന്നതാ എന്റെ മൊബൈലൊന്ന് ശരിയാക്കാൻ. ആ അത് ഞങ്ങൾക്കറിയാം. ഇവൻ പല വീട്ടിലും കയറി മൊബൈൽ നന്നാക്കാനായിട്ടേ കേറാറുണ്ടെന്ന്. കഴിഞ്ഞ ദിവസം പോലീസ് പിടിച്ചില്ലേടാ നിന്നെ? പോലീസാ? ആ അവൻ ഇതേപോലെ തന്നെ ഒരു മൊബൈൽ നന്നാക്കാൻ വേണ്ടി രാത്രി ഒരു വീട്ടിൽ കയറി. അവിടെ നിന്ന് നാട്ടുകാരൊക്കെ കൂടി വളഞ്ഞ് പിടിച്ച് ഇവനെ പോലീസിലേപ്പിച്ച്. എന്നിട്ട് നീ എന്ന് ജാമ്യത്തിൽ ഇറങ്ങി? അത് ഇന്നലെ. എടാ ദുഷ്ടാ, ഇത് നിന്റെ സ്ഥിരം പരിപാടിയാണല്ലേ. എന്നിട്ട് നീ എന്നോട് പറഞ്ഞെന്താ നീ ആദ്യമായിട്ട് ഒരു പെണ്ണോട് സംസാരിക്കുന്നേന്നല്ലേടാ പാട്ടി? ആ അതെ അതെ ശരിയാണ് കേട്ടാ. ഇവൻ ആരുടെയും മുഖത്ത് നോക്കാത്ത ചെറുക്കനാണ്. ഇടക്കിടക്ക് വല്ല വീട്ടിൽ നിന്നൊക്കെ രാത്രി പിടിച്ചിറക്കാറുണ്ട്. പിന്നെ ഇടക്ക് കുളിമുറിയിൽ വിളിഞ്ഞു നോക്കിയിട്ടും പിടിച്ചായിരുന്നല്ലേ? അല്ല നിനക്കെങ്ങനെയാണ് ഇവനെ പരിചയം? അത് ഫേസ്ബുക്ക് വഴിയുള്ള പരിചയമാണ്. അല്ല അപ്പൊ ഇവന് ഇവിടെ വരാനുള്ള അനുവാദം നിന്റെ ഭർത്താവ് കൊടുത്തിട്ടാണ് പോയത്? ശവത്തി കുത്തല്ലേടി. അയ്യോ എടി ബീനെ, ദേ അവളുടെ സംസാരം പഴയ പോലെ. ഇംഗ്ലീഷ് ചോയൊന്നുമില്ലട്ട വർത്താനത്തിന്. അയ്യോ എടി പോട്ടെ, അവക്കൊരബദ്ധം പറ്റിയതായിരിക്കും. അത് ശരിയാണ്. എന്തായാലേ ഇവക്കൊരബദ്ധം പറ്റിയതല്ലേ. അപ്പൊ നമുക്കേ ഇതൊരു വീഡിയോ ആയിട്ട് അങ്ങോട്ട് പിടിച്ചു വെക്കാം. മോൻ മറക്കല്ലേ. ഇതെന്റെ കയ്യിലിരിക്കട്ടെ ഈ വീഡിയോ. നിനക്ക് അഹങ്കാരം കാണിക്കണം എന്ന് തോന്നുമ്പോഴേ ഇതെനിക്ക് രണ്ടാൾക്കാരെ കാണിക്കുകയും ചെയ്യാല്ല. വേണമെങ്കിൽ നിന്റെ ഭർത്താവിന് അയച്ചു കൊടുക്കാം. അയ്യോ സുഷമേ, എനിക്കൊരു അബദ്ധം പറ്റിയാണ്. എൻ്റെ ജീവിതം നശിപ്പിക്കില്ല. ഞാൻ ഇനി ഇത് ആവർത്തിക്കൂല. ആവർത്തിക്കാതിരുന്നാ നിനക്കൊള്ളാം. എടാ മനു, നിന്റെ മൊബൈൽ നന്നാക്കലേ ഇനി ഇവിടെ വേണ്ട, ഇറങ്ങിപ്പോടാ. അല്ലെങ്കിലും ഞാൻ പോണേന്ന് ഇവിടെ നിന്നിട്ട് കാര്യമൊന്നും നടക്കൂലെന്ന് എനിക്ക് മനസ്സിലായി. പോടാ, ഇറങ്ങിപ്പോടാ. എടി നല്ലൊരു ജീവിതം നിനക്ക് കിട്ടിയാണ്, അത് നശിപ്പിച്ച് കളയാതിരിക്കും. ഇതുപോലെ പല ഉമ്മാരും ഉണ്ടാവും ചാറ്റ് ചെയ്യാനും ചീറ്റ് ചെയ്യാനും. അതായത് നമുക്ക് എന്തെങ്കിലും വയ്യായിക വന്നു കഴിയുമ്പോൾ നമ്മുടെ ഭർത്താക്കന്മാർ മാത്രമേ ഉണ്ടാവുള്ളൂ. സുഷമേ മതി, വാ പോവാ. പണ്ടൊക്കെ ദൈവം പിന്നെ ആയിരുന്നു. ഇപ്പൊ എല്ലാം അപ്പാപ്പ റെഡിമെയ്ഡ് ആയിട്ടാണ്. അല്ലെങ്കിൽ ഈ കാഴ്ച കാണാൻ പറ്റുമോ? പാടി പോവാ. പോട്ടേടി. എടി അവള് പറഞ്ഞ പോലെ ഒന്ന് മര്യാദക്ക് ജീവിക്കാൻ നീ നോക്ക്. നല്ലൊരു ജീവിതം കിട്ടിയല്ലേ, നല്ലൊരു ഭർത്താവും. എന്തിനാണ് ജീവിതം നശിപ്പിക്കണത്? ഇനിയെങ്കിലും മര്യാദക്ക് ജീവിക്കും. ഞങ്ങളൊന്നും സ്നേഹിച്ചില്ലെങ്കിലും ഞങ്ങളൊന്നും കൂട്ടുകാരികളായിട്ട് അംഗീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നീ നന്നായിട്ട് ജീവിച്ച് കണ്ടാൽ മതി.